ഹലോ ഫ്രണ്ട്സ് ആൻഡ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ പോപ്പുലർ ഇൻ ദ സെൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എന്നാൽ ഡെയിലി ലൈഫിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ MS എക്സൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, തീർച്ചയായിട്ടും ഈ ടേബിൾ ക്രിയേഷൻ, അതായത് മൈക്രോസോഫ്റ്റ് എക്സലില് ടേബിൾ ക്രിയേഷൻ, അതായത് നമ്മൾ ടേബിൾസ് എങ്ങനെ എക്സലിനകത്തിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇപ്പം എക്സൽ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിക്കും മൈ ഈ പറഞ്ഞ ടേബിളിൻ്റെ യൂസ്, അത് നമ്മൾ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കും എല്ലാം തന്നെ നമ്മൾ MS എക്സൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടേബിളിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നതായാലും നമ്മുടെ ഓഫീസ്, നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ടേബിൾ ഉപയോഗിക്കുകയാണെങ്കിലും അവിടെ നമുക്ക് ഒട്ടനവധി പ്രയോജനങ്ങളുണ്ട്. നമുക്ക് പല നമ്മുടെ ഡേറ്റ നമുക്ക് ശരിക്കും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റയെ നമുക്ക് കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആക്കി ഏഹ്, എടുക്കാനൊക്കെ ടേബിൾ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. അപ്പം അങ്ങനെ ഈ എക്സലിനകത്ത് ടേബിൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. രണ്ട് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത്രയും പോർഷനിലാണ് നിങ്ങൾക്ക് ഒരു ടേബിൾ വേണ്ടതെങ്കിൽ നമ്മൾ നമുക്കറിയാം ഈ ഇതിനെ സെല്ലുകൾ എന്നാണ് പറയുന്നത്. ഈ ഓരോ ടൈപ്പ് ചെറിയ ബോക്സുകൾ സെല്ലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോളത്തിൻ്റെയും റോയുടെയും കോമ്പിനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ G14 എന്ന് പറഞ്ഞ സെല്ലാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ കോളം ജിയും റോ 14ഉം ആണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് G14 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യണം. നമുക്ക് അത് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ഹോം ടാബിൻ്റെ താഴെ ഉള്ള ഫോണ്ട് എന്ന് പറഞ്ഞ കമാൻഡ് സെക്ഷനിൽ നമുക്ക് വേണ്ട ഇവിടെ ഈ പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് കാണാൻ പറ്റും. ബോട്ടം ബോർഡർ, ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡർ, ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഫങ്ഷൻ നമ്മൾ സോറി ഓൾ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ടേബിളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ നെയിം, ക്ലാസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സെക്ഷൻ, ഇത് ഹെഡിങ് ആണെന്ന് ഇരിക്കട്ടെ, സെക്ഷൻ, മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പെർസെൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ നമുക്ക് അതിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ് എന്തെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പേര് ഇപ്പോൾ ABC, അപ്പം ഇങ്ങനെയുള്ള ഡേറ്റ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമുക്ക്. അതായത് ഏത് സെല്ലിലാണ് എ- ഏത് സെൽ റേഞ്ചിലാണോ നമുക്ക് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയി നമ്മൾ ഈ ഓൾ ബോർഡർ കൊടുത്താൽ മതി. ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അത് മാറ്റണമെങ്കിൽ നോ ബോർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡർ പൊക്കോളും. ഇനി നമുക്ക് ഇത്രയും സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിനിയും ഔട്ട്സൈഡിൻ്റെ ഈ ടേബിളിൻ്റെ ഔട്ട്സൈഡ് ബോർഡർ മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഔട്ട്സൈഡ് ബോർഡർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ടേബിൾ ഉണ്ടാക്കാം. അതിലും വളരെ എന്താണ് പറയുന്നത്, ഇച്ചിലൂടെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ടേബിൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡാറ്റ റേഞ്ച് എന്നിരിക്കട്ടെ. ഇത്രയും ഡാറ്റയുടെ ടേബിളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഹെഡിങ് ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ, അക്കൗണ്ട് ഡെബിറ്റഡ്, ഡെബിറ്റ് എമൗണ്ട്, അക്കൗണ്ട് ക്രെഡിറ്റഡ്,
ക്രെഡിറ്റ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും 1 2 3 4 5 കോളംസും, ഇത് കോളംസ് ആണല്ലോ, ഇതെല്ലാം കോളംസ് ആണ്. 5 കോളംസും അതുപോലെ തന്നെ 1 മുതൽ 11 റോയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഈ ഇതിനെ നമുക്കൊരു ടേബിൾ ആക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ നമ്മളിത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെല്ലിൽ കർസർ വെച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ആവും. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളിത് ഏതെങ്കിലും ഒരു സെല്ലിൽ കർസർ വെച്ചിട്ട് Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. നമുക്ക് Ctrl+A കൊടുക്കുക, Ctrl+A, പ്ലസ് അല്ല, കൺട്രോളും എയുടെ ഒരുമിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ Ctrl+A എന്നാണ് നമ്മൾ പറയുന്നത്. Ctrl+A എന്ന കീബോർഡ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കിട്ടും. ആ റേഞ്ച് Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കിട്ടും. ഈ സെലക്ട് ചെയ്തിട്ട് നമുക്ക് 2 3 മെത്തേഡ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ Ctrl+T എന്ന് പറഞ്ഞ Ctrl+T നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളത്. Ctrl+T നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കീബോർഡ് ഷോർട്ട് കട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് കീബോർഡിൽ എന്തോ കിട്ടുന്നുള്ളത്. ഓക്കെ, തൽക്കാലം നമുക്കത് മാറ്റാം. ഞാൻ നോക്കട്ടെ. ഓക്കെ, Ctrl+T ക്രിയേറ്റ് ടേബിൾ ആണ്. ഇപ്പം എനിക്കിത് ഇവിടുന്ന് കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഓക്കെ, അപ്പോൾ Ctrl+A കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ടേബിൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ ഇവിടെ ഓക്കെ, ഓൾറെഡി ടേബിൾ ഇതിനകത്തിൽ ഉണ്ടോ? ടേബിൾ ഫങ്ഷൻ ഓൾറെഡി ഉണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, അത് ക്ലിയർ ചെയ്താൽ നല്ലത്. ഓക്കെ, Ctrl+T എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ടേബിൾ ടേബിൾ ഉണ്ട്. ടേബിൾ നമ്മൾ കണ്ട ഇവിടെ Ctrl+T ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീബോർഡ്. അപ്പോൾ ഇത് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് നമുക്ക് സോർട്ട് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനൊക്കെ, ഡാറ്റ സോർട്ട് ചെയ്യാൻ, ഫിൽറ്റർ ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ടേബിളിൽ കൂടെ എളുപ്പം സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഒരു ഫ്രഷ് പേജിൽ Ctrl+T. ഇപ്പം അത് ഡാറ്റ ഒന്നുമില്ല, ഞാൻ ഡാറ്റ തൽക്കാലം കൊടുക്കുന്നില്ല. നമ്മൾ ടേബിൾ ഉണ്ടാക്കാം. അപ്പം നമുക്ക് വേണ്ട സെൽ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് Ctrl+T കൊടുക്കുക. ഇതിലൂടെ Ctrl+T ഉണ്ട്. ആ Ctrl+T കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു വിൻഡോ, ചെറിയ സ്മോൾ വിൻഡോ വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് വേർ ഈസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ, ഇത് ഈ ഡാറ്റ റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത്. B2 മുതൽ K15 വരെ, ഇവിടം വരെ. അപ്പോൾ അത് നമുക്ക് വേണോ വേണ്ട എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ടേബിൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതിനകത്തിൽ ഏതെങ്കിലും ഒരു ടേബിളിനകത്തിൽ സെല്ലിനകത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ഡിസൈൻ എന്നും പറഞ്ഞൊരു ടാബ് കിട്ടും. അത് മാറ്റിക്കഴിഞ്ഞാൽ അത് പോകും. ഈ ടേബിളിന് വെളിയിൽ നമ്മൾ കൊണ്ടുപോയ ഏതെങ്കിലും സെല്ലിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് കിട്ടത്തില്ല. ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ടേബിളിനകത്ത് ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്.
അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ഫർദർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ടേബിൾ സ്റ്റൈൽസ് ഉണ്ട്. ടേബിൾ സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യത്യസ്തമായിട്ടുള്ള ടേബിളിനുള്ള ഫോർമാറ്റ്സ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. കളർ മാറ്റും, അതിൻ്റെ സ്ട്രക്ചർ, ടേബിളിൻ്റെ ഇതിപ്പോൾ ലൈറ്റ് മെത്തഡാണ്, ഇത് മീഡിയം മെത്തഡുണ്ട്. പിന്നെ ഇവിടെ ന്യൂ ടേബിൾ സ്റ്റൈൽ ഉണ്ട്. അതോടെ നമ്മൾ അപ്പം നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്കിവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചർ, ഇതൊക്കെ തന്നെ ആയിരിക്കും ടേബിളിൻ്റെ ഉള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കും. ഇത് എളുപ്പമാണിത്. നമുക്ക് ഏത് തരത്തിലുള്ള ടേബിളാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ടേബിൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അത് വളരെ എളുപ്പമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടേബിൾ സ്റ്റൈൽ നമുക്ക് ഇതിനകത്ത് എടുക്കാം. നമുക്ക് ഇനി നമുക്കിവിടെ ഈ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ചില ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം കോളം 1, കോളം 2, ഇതെല്ലാം നമ്മുടെ ഹെഡർ റോ ആണ്. ഹെഡർ ഇപ്പോൾ ഇവിടെ കോളം 1 എന്നുള്ളത് നമുക്ക് മാറ്റി, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നെയിം കൊടുക്കാം, ക്ലാസ്, പിന്നെ ഗ്രേഡ്, ഇത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ മാർക്കെന്നോ, പിന്നെ എന്താണ് പറയുന്നത്, റാങ്ക്, ഇത് നമുക്ക് മാറ്റാം. ഈ ഇപ്പോൾ ഇവിടെ കോളം 6, കോളം 7 എന്നുള്ളത് അത് ഡിഫോൾട്ടിൽ ഇടുന്നതാണ്. അത് നമുക്ക് മാറ്റി നമുക്ക് എന്താണ് ഹെഡിങ് കൊടുക്കാനുള്ളത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഹെഡർ റോ എന്ന് പറഞ്ഞുള്ളതുണ്ട്, ടോട്ടൽ റോ ഉണ്ട്, ബാൻഡഡ് റോയ്സ് ഉണ്ട്. അതിവിടെ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ കമാൻഡിനകത്താണ്. അത് ഡിസൈൻ എന്ന ടാബിനകത്തിൽ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ കമാൻഡിനകത്താണ്. അപ്പോൾ ഈ ഹെഡർ റോ ഇപ്പോൾ ഇവിടെ ടിക്ക് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്, ബാൻഡഡ് റോയ്സും ടിക്ക് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫിൽറ്റർ ബട്ടൺ ഉണ്ട്. ഫിൽറ്റർ ബട്ടൺ ഈ ഡ്രോപ്പ് ഡൗൺ ആണ് ഫിൽറ്റർ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെഡർ റോ ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡർ റോ അങ്ങ് പോകും. അത് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ റോ വീണ്ടും വരും. ടോട്ടൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ടിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളത് ടിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ടേബിളിൻ്റെ താഴെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു പിന്നെ റോ നമുക്ക് ഉണ്ടാകും, കിട്ടും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഓരോ കോളം നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആവറേജ് കിട്ടും, കൗണ്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം ഇവിടെ ഞാൻ ഈ മാർക്ക് എന്നുള്ള കോളത്തിൽ മാർക്ക് ഇടുകയാണ്. 10, 15, 12, 13, 18, 25, 14, 18 ഇങ്ങനെയുള്ള മാർക്കുകൾ നമ്മൾ ഇട്ടെന്നിരിക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ടോട്ടലിൻ്റെ അവിടെ വന്നിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്കിപ്പോൾ ടോട്ടലാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ഇവിടെ സം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രേൻ്റെ സം ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടും. മൊത്തത്തിൻ്റെ ആകെ മൊത്തം ടോട്ടൽ നമ്മൾ പറയുന്നതാണ്. ഇനി നമുക്ക് ആവറേജാണ് വേണ്ടതെങ്കിൽ ഇത്രയും ആവറേജ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് ഇത്രയും നമുക്കൊരു ആവറേജ് കാണുന്നത് അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടും. വളരെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെക്കാം നമുക്ക്. പിന്നെ നമുക്കിതിൻ്റെ മാക്സിമം, ഇതിനകത്ത് ഏത് മാക്സിമം ഈ കാണിച്ചിരിക്കുന്ന മാർക്കതിൽ മാക്സിമം ഫിഗർ എമൗണ്ട് പറഞ്ഞാൽ 25 ആണ്. മിനിമം നമുക്ക് കാണണമെങ്കിൽ മിനിമം കൊടുക്കാം, മിനിമം 10 ആണ്. പിന്നെന്താണ്, സമ്മുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കൗണ്ട് നമ്പേഴ്സ് ആണ്. ഇത് മൊത്തം എത്ര ഉണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, ഇപ്പം 8 എണ്ണം ഉണ്ട്. അപ്പോൾ അതാണ് കൗണ്ട്. അപ്പോൾ ഇങ്ങനെ വേരിയസ് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടും. ഇനി ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൊടുക്കാം, മാത്രമല്ല. അപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ ആവറേജ് നമുക്ക് വേണ്ടി വരും, ചിലപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയേണ്ടി വരും. കൗണ്ട് ഉണ്ടാകും 8, കൗണ്ട് നമ്പേഴ്സ് 8 തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ മാക്സിമം, മിനിമം, സമ്മ്, ഇതിൻ്റെ ആകെ മൊത്തം ടോട്ടൽ എത്ര നമുക്കറിയാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തൽക്കാലം ആവശ്യം. പിന്നെ മോർ ഫങ്ഷൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. മോർ ഫങ്ഷൻസ് നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, ഈ ടോട്ടൽ എന്നുള്ള റോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമല്ല. ഈ ടോട്ടൽ എന്നുള്ള റോ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മേളിൽ ഈ ഡിസൈൻ ടാബിൽ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസിൽ ടോട്ടൽ റോ എന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ ടിക്ക് മാർക്ക് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ റോ മാറി കിട്ടും. ഇനി ബാൻഡഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ ഇപ്പോൾ ടിക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇത് ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഇവിടെ കളർ വ്യത്യാസമാണ്. ഇവിടെ ചുവടെ
ഡാർക്ക്, അതിനേക്കാൾ ലൈറ്റ്, വീണ്ടും അത് തന്നെ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ബാൻഡായിട്ട് ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ടേബിളിനെ എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യണം, അതിനെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ വേണത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ റോ നമുക്ക് അത്യാവശ്യമാണത്. പിന്നെ ഹെഡർ റോ നമുക്ക് ടേബിളിനൊക്കെ ഹെഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെഡിങ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വേണ്ടെങ്കിൽ നമുക്കിത് ടിക്ക് ഓഫ് ചെയ്താൽ മതി. ബാൻഡ് ഡ്രോ കിടക്കട്ടെ. പിന്നെ ഫസ്റ്റ് കോളം നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കോളം മാത്രം കളർഫുൾ ആയിരിക്കും. ലാസ്റ്റ് കോളം നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് കോളം കളർഫുൾ ആയിരിക്കും. ബാൻഡഡ് കോളം ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞോട്ട് നേരത്തെ റോയ്ക്കകത്തിൽ കണ്ടില്ലേ ഓൾട്ടർനേറ്റീവായിട്ട്, അതുപോലെ തന്നെ കോളം ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ കളർ ചെയ്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കിട്ടുന്നത്. ഇനി ഫിൽറ്റർ ബട്ടൺ ഇവിടെ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഫിൽറ്റർ ഇവിടെ നിന്ന് പോയി കിട്ടും. ഡ്രോപ്പ് ഡൗൺ നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല. ഫിൽറ്റർ ഓൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഡ്രോപ്പ് ഡൗൺ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്രത്യേക കാര്യം അത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഇപ്പം 15 മാർക്കുള്ളത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് ഇനി സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം റിവേർട്ട് ടു ഫോർമർ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇതാണ് ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻ. ടേബിൾ സ്റ്റൈൽസ് ഉണ്ട്. ടേബിൾ സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻസ് ആണ്. പിന്നുള്ളത് നമുക്ക് ഇതിനകത്തിൽ ഇൻസേർട്ട് സ്ലൈസർ ഒക്കെ ഉണ്ട്. അത് തൽക്കാലം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച്. ഇനി നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന മുമ്പത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു, ഡാറ്റ സെല്ല് അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ഹോം ടാബിൽ ദണ്ട് ഈ പറഞ്ഞ ഫോണ്ട് എന്ന് പറഞ്ഞ കമാൻഡിനകത്തിൽ ഈ പറഞ്ഞ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിനകത്തിൽ ഓൾ ബോർഡർ എടുക്കുക. അപ്പോൾ ഓൾ ബോർഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പിന്നെ ഇത് കൊടുത്താൽ മതി, ഏത് ഈ നമ്മുടെ ഹെഡിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല ടേബിൾ ഇച്ചിട്ട് നമുക്ക് കുറയ്ക്കാം, 2-3 മതി, ചെറിയ ടേബിൾ മതി. നെയിം, ക്ലാസ്, മാർക്ക്, പിന്നെന്താണ് റാങ്ക്. അപ്പോൾ നമുക്കിങ്ങനെ ഹെഡിങ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഫിൽറ്റർ കൊടുക്കണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഈ ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇതാണ്ട് ഇവിടെ എഡിറ്റിങ്ങിനകത്തിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ നമുക്ക് കിട്ടും. ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ ഹോം ടാബിൽ ഫോണ്ട് എന്ന് പറഞ്ഞ കമാൻഡിനകത്തിൽ ഈ പറഞ്ഞ ബോർഡർ എന്നുള്ള ഓപ്ഷൻസിനകത്തിൽ നമുക്ക് ഓൾ ബോർഡറോ അല്ലെങ്കിൽ ഇനിയിപ്പം ഔട്ട്സൈഡ് ബോർഡർ മാത്രം മതി നമുക്ക് ഔട്ട്സൈഡ് ബോർഡർ നമുക്ക് എടുക്കാം. മനസ്സിലായില്ല? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡേഴ്സാണ്, ടേബിളല്ല ബോർഡേഴ്സ്. നമ്മൾ ബോർഡേഴ്സ് കൊടുത്താൽ നമുക്ക് ടേബിൾ കിട്ടും. നമുക്ക് ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കോളംസും റോസും ആയിട്ട് നമുക്ക് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഔട്ട്സൈഡ് ബോർഡർ മാത്രമാണെങ്കിൽ ഇത് തിക്ക് ബോക്സ് ബോർഡർ ഉണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബോർഡർ വളരെ തിക്കായിട്ട് നമുക്ക് ലഭിക്കും. മനസ്സിലായില്ല? പിന്നീട് ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഡബിൾ ബോർഡർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളൂ. വളരെ സിമ്പിളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ബോട്ടം ഡബിൾ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ 2 വരെ ഡബിൾ ബോർഡർ വരും. അപ്പം അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ബോട്ടം ഡബിൾ ബോർഡർ ഉണ്ട്, തിക്ക് ബോട്ടം ബോർഡർ ഉണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം ബോർഡർ മാത്രം, ടോപ്പിലും ബോട്ടത്തിലും ബോർഡർ മാത്രം, ടോപ്പ് ആൻഡ് തിക്ക് ബോട്ടം ബോർഡർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിലല്ല. ഇനിയും വേണമെങ്കിൽ നമുക്ക് പിന്നെ ഡ്രോ ബോർഡേഴ്സ് എന്ന് പറയുന്ന നമുക്ക് ബോർഡർ വരയ്ക്കാം നമുക്ക്. പിന്നെ ബോർഡർ ഗ്രിഡ് ഉണ്ട്, നമുക്ക് ബോർഡർ ഇറേസ് ചെയ്യാം. ബോർഡറിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അത് നമുക്ക് ഈ പെൻ ഉപയോഗിച്ച് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, എന്താണ് പറയുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്തിൽ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഇതാണ് മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത്, നമുക്ക് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇനിയും നമുക്ക് വേറെ രീതി ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ് ഈ ബോർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ട് എത്ര നമ്മുടെ ഡാറ്റ റേഞ്ച് എന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+T കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടേബിൾ ആക്കാൻ പറ്റും. മനസ്സിലായല്ലേ? എന്നിട്ട് നമുക്കിവിടെ ഹെഡിങ് മാറ്റുക. ഇല്ല പറഞ്ഞോട്ട് ഇവിടെ സെല്ല്, ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യാൻ ഡിസൈൻ കിട്ടും. ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ടേബിൾ സ്റ്റൈൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്, ഹെഡർ റോ വേണമെങ്കിൽ ഹെഡർ റോ, ടോട്ടൽ റോ വേണമെങ്കിൽ ടോട്ടൽ റോ, പിന്നെ ബാൻഡഡ് റോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ടിക്ക് ഓഫ് ചെയ്യാം. ഫസ്റ്റ് കോളം മാത്രമാണെങ്കിൽ ഫസ്റ്റ് കോളം മാത്രം കളർഫുൾ ആകും, ലാസ്റ്റ് കോളം ടിക്ക് ചെയ്യാമെങ്കിൽ ലാസ്റ്റ് കോളം കളർഫുൾ ആകും. ഇതൊക്കെ നമ്മൾ എങ്ങനെ ടേബിൾ നമുക്ക് അതിനെ എങ്ങനെ, അതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. ബാൻഡഡ് കോളംസ്, പിന്നെ ഫിൽറ്റർ ബട്ടൺ വേണമെങ്കിൽ, വേണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാതിരിക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ ടേബിൾ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അതല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഒന്ന് രണ്ട് ഡേറ്റ നമുക്കിവിടെ കൊടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ്, ടോട്ടൽ, എക്സാമ്പിളിന് വേണ്ടിയാണ്. എന്നിട്ട് നമ്മളിത് ഇത്ര നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ റൈറ്റ് ബോട്ടം കോർണറിൽ ഞാൻ ഇതുപോലൊരു ബോക്സ് വരും. ആ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ചില ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോർമാറ്റിംഗ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ടോട്ടൽസ് ഉണ്ട്, ടേബിൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ടേബിൾസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്. നമ്മളിവിടെ ടേബിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ടേബിൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതുപോലെ തന്നെ സെയിം തന്നെ. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ടേബിൾ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡേറ്റ താഴോട്ട് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ഉദാഹരണത്തിന് 1, 2, 3, അപ്പോൾ നമ്മളിത് ഇവിടം വരെയാണ് നമ്മുടെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ടേബിൾ ഓട്ടോമാറ്റിക്കലി അവിടെ എക്സ്പാൻഡ് ചെയ്തോളും. നമ്മളൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ല? ഇനി ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എന്തെങ്കിലും പെർസെൻറ്റേജ് കണ്ട, അവിടെ ടേബിള് കോളം വൈസും റോ വൈസും അത് എക്സ്പാൻഡ് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കലി, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് വീണ്ടും വേറൊരു മെത്തേഡോട് നമുക്ക് നോക്കാം. ടേബിൾ ഡാറ്റ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് എന്ന ഫംഗ്ഷനിൽ പോവുക. എന്നിട്ട് ഇവിടെ ഈ ആദ്യത്തെ കമാൻഡിൽ ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+Tക്ക് പകരമുള്ളതാണ്. Ctrl+T നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. അതിന് പകരം നമ്മൾ ഈ ടേബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും Ctrl+T ചെയ്ത പോലെ തന്നെ ആ ബോക്സ് വരും. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ആവും നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ, നമ്മുടെ ഡാറ്റ റേഞ്ച് എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡാറ്റ എന്താണോ എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറഞ്ഞ ടേബിളിൻ്റെ ക്രിയേഷൻ. അത് നമ്മളുടെ റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ ബേസിക്കലി ഒരു ടേബിളിലേക്ക് നമുക്ക് എങ്ങനെ വന്നെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്
ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഇച്ചിലൂടെ നമുക്ക് എന്താണ് പറയുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ ഏതെങ്കിലും ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു സെല്ലിൽ നമ്മൾ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ആ ഡിസൈനിൽ നമുക്ക് ടേബിൾ സ്റ്റൈൽ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞാണ്. പിന്നെ എക്സ്റ്റേണൽ ടേബിൾ ഡാറ്റ ഉണ്ട്. എക്സ്റ്റേണൽ ടേബിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എക്സ്പോർട്ട് ദ ഡാറ്റ ഇൻ ദിസ് ടേബിൾ ടു എ ഷെയർ പോയിന്റ് ലിസ്റ്റ് ഓർ വിസോ ഡയഗ്രാം. അത് നമുക്ക് പിന്നീട് പറയാം. പിന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസേർട്ട് സ്ലൈസറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നില്ല. സ്ലൈസർ ഈ ഇൻസേർട്ട് ചെയ്യുന്നത് മറ്റൊരു വീഡിയോക്കകത്തിൽ നമുക്ക് അല്പം കൂടെ ഡാറ്റ ഒക്കെ ഈ ടേബിളിനകത്തിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമുക്ക് സ്ലൈസർ എന്താണെന്ന് പറയാം. അപ്പോൾ സ്ലൈസറിൻ്റെ ഇമ്പോർട്ടൻസും ടേബിളുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ പിവോട്ട് ടേബിൾ, ഇതൊക്കെ നമുക്ക് പിന്നീടുള്ള വരുന്ന വീഡിയോക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത്രയും കോമൺ ആയിട്ട് ബേസിക്കലി നമ്മൾ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഹെഡിങ്സ് നമുക്ക് മാറ്റാം. ഹെഡിങ്സ് നമുക്ക് മാറ്റി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പറയുന്നത്, കൺട്രി, സ്റ്റേറ്റ്, GDP, പെർസെൻറ്റേജ്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള റീജിയൻ, ഉദാഹരണത്തിന് നമ്മളിതൊക്കെ ചെയ്യാതെ റീജിയൻ, പിന്നെന്താണ് പറയുന്നത്, ലാംഗ്വേജ്. അപ്പം ഇങ്ങനെയുള്ള ഹെഡിങ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ കൺട്രി വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ കൺട്രി, സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി ഇത് ഹെഡിങ് കൊടുത്തിരിക്കുന്നുള്ളൂ. ഇത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഇതിനകത്ത് നമ്മൾ താഴെ ഇതിൻ്റെ ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്യണം ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ കൺട്രി ഇന്ത്യ, പാകിസ്ഥാൻ, US എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ടേബിൾ എന്തിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് നമുക്ക്, അല്ലേ, പാകിസ്ഥാൻ, UK, ഫ്രാൻസ്, അപ്പം ഇങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം ഇന്ത്യയിൽ കേരള, അവിടെ നമുക്ക് ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ മനസ്സിലായല്ലോ. GDP ഇൻ, അപ്പോൾ ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ്ങിൻ്റെ താഴെ നമുക്ക് ഈ പറഞ്ഞ കോളംസിലും റോസിലൊക്കെ നമ്മുടെ ഡാറ്റ എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ നമുക്ക് ടേബിൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ അതിനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്താണ് പറയുന്നത്, നമ്മുടെ ഡാറ്റ അനാലിസിസ് പർപ്പസിന് വേണ്ടി നമുക്ക് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് സോർട്ട് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും ഈ ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കൂടെ. അതല്ലെങ്കിൽ നമ്മൾ ടേബിൾ അല്ലാതെ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഡാറ്റ എന്ന് അത് ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല. മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം ഡാറ്റ ഇല്ലാതെ നമ്മൾ ഡേറ്റ്, കൺട്രി, GDP, റീജിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഒരു മീനിങ് ഫുൾ അല്ല ശരിക്കും പറഞ്ഞാൽ. അതിന് പകരം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മീനിങ് ഫുൾ ആയിരിക്കും. നമുക്ക് പല രീതിയിലുള്ള ഡാറ്റ അനാലിസിസ് ആ ടേബിളിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എക്സലിനകത്തിലെ ടേബിളിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയും അതുപോലെ തന്നെ ഏറ്റവും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള യൂട്ടിലിറ്റി അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുക. ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുന്നതോട് തന്നെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടേബിൾ നമ്മൾ ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ബാക്കിയുള്ള ഈ പറഞ്ഞ ഇതിനെ എങ്ങനെ സോർട്ട് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം എന്നൊക്കെയുള്ളത് നമ്മൾ അടുത്ത മറ്റൊരു വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ ടേബിൾ ക്രിയേഷൻ്റെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വ്യത്യസ്തമായ രീതിയിൽ വെച്ച് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലുള്ള ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്, ഇതിനേക്കാളും നല്ലത്. ഇത് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാണ്. നമ്മൾ ഈ പിന്നെ ഹോമിൽ ആ ഫോണ്ടിൽ നമ്മൾ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക്
ഈ പറഞ്ഞ കൺട്രോൾ ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് താഴെ ഒരു ബോക്സ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ടേബിൾ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ചൂസ് ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കതിനെ ചൂസ് ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ടേബിൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഇതിൻ്റെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടോപ്പിക്സും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാപ്പി ലേണിംഗ്.